ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് ഇന്ന് മീൻ കിട്ടിയില്ല. ഇന്നലത്തെ മീൻ കറി കുറച്ച് ഇരിപ്പുണ്ട്. മങ്കട കേട്ടോ, മങ്കട നമ്മൾ തേങ്ങ അരച്ച് വെച്ചായിരുന്നല്ലോ, അതിൻ്റെ കുറച്ച് ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ കോളിഫ്ലവർ പെപ്പർ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാർ വെച്ചു കേട്ടോ. സാമ്പാർ നമ്മൾ മല്ലിയിലേക്ക് ഇടാൻ അടിപൊളി സാമ്പാറാണ്. സാമ്പാറും വെച്ചിട്ടുണ്ട്. പിന്നെ പപ്പടം കവറിനകത്താക്കി പപ്പടം വറുത്ത് ഈ കവറിനകത്താക്കി വെക്കുവാണെങ്കിലില്ല ഒട്ടും തണുത്ത് പോകത്തില്ല. അപ്പം കവറിനകത്താക്കി പപ്പടം വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തുനിന്ന് മീനെന്ന് പറഞ്ഞാൽ തെരണ്ടിയായിരുന്നു കേട്ടോ. അപ്പം തെരണ്ടി കറി കൊണ്ട് തന്നിട്ടുണ്ട്. പിന്നെന്തുവാ അപ്പുറത്ത് കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും ചക്കക്കുരു തോരനും ഞാനും കറി കൊണ്ട് കൊടുത്തു. പിന്നെ നമുക്ക് ഇന്നൊരു കേക്ക് പെട്ടെന്ന് വന്നു കേട്ടോ. അപ്പം കേക്കിന് വേണ്ടി മിൽക്ക് മെയ്ഡ് വേണം. അപ്പം മിൽക്ക് മെയ്ഡ് ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഇച്ചിരി പാല് പഞ്ചസാരയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കും കേട്ടോ. വറ്റി വരാറായിട്ടുണ്ട്. പിന്നെ മോൾക്ക് ഇന്നും പോകണമായിരുന്നു. പിള്ളേർക്ക് എക്സാം ആയതുകൊണ്ട് അവർക്ക് ഇന്നും അവധിയായിരുന്നു കേട്ടോ. മോളവിടെ ഉണ്ട് പഠിക്കുന്നു. ചേട്ടൻ ജോലിക്ക് പോയി. കുടിക്കാൻ നോക്കുമ്പോൾ വെള്ളമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വെള്ളം തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചേക്കും. നമ്മൾ പെട്ടെന്നായി കിട്ടും കേട്ടോ. ഈ അടുപ്പായതുകൊണ്ട് വലിയ പുകയുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പുറത്തെ അടുപ്പിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുത്താൽ ഇതും ചൂടായി കിട്ടും. അപ്പം പെട്ടെന്നാണ് കാര്യങ്ങൾ. പിന്നെ കാലാവസ്ഥയൊക്കെ എന്ന് പറയുന്നത് വെയിൽ ഉണ്ട്, ഇടയ്ക്ക് മങ്ങലും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. ചൂടുള്ള വെയിലിന് ചൂടുണ്ട്, പക്ഷേ ഇടയ്ക്ക് മങ്ങലുണ്ട്. എൻ്റെ കഴിഞ്ഞ ദിവസം വീട്ടിൽ ഞങ്ങൾ പോയിട്ട് വന്നപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ചെടി ഇങ്ങനെ സൈഡ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പുതിയ അടുക്കളയിലെ. അപ്പം ഈ കുപ്പി ഇവിടെ ഇങ്ങനെ ചുമ്മാ വെച്ചേക്കുമായിരുന്നു. വെള്ളമൊന്നുമില്ല. കാക്ക എങ്ങോട്ട് തിന്ന സാധനമെന്ന് പറഞ്ഞുകൊണ്ട് കുത്തി പറിച്ചുകൊണ്ട് താഴെ ഇട്ടേക്കുവാ. ഇനി പിസ്താടെ തോടായിരുന്നു കേട്ടോ. ഞാൻ ഇനി ഒട്ടിച്ച് കൊടുക്കണം. ഇതിപ്പം ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. മിൽക്ക് മെയ്ഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം കേട്ടോ. ഇനി തണുത്ത ശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടും.